അമ്മ കറക്റ്റല്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം സംഭവിക്കും. എന്നെ എടുത്തു വളർത്തിയാണോ അവർ ജനിപ്പിച്ചാണോ ഇതുവരെ എനിക്ക് തീരുമാനമായിട്ടില്ല. പക്ഷെ എന്നെ വളർത്തിയെന്നും പറഞ്ഞൊരു ടീമുണ്ട് ജനിപ്പിൽ. പക്ഷെ ഈ 2 ടീമിനെ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ കാളിന്നുള്ള പേരാണ്. പിന്നെ ഞാൻ ഇവർക്കെതിരെ ഒരു നടപടിക്ക് ഇറങ്ങിയാലും നമ്മുടെ നിയമപ്രകാരം എനിക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടെന്നുള്ളത് നിൽക്കിയതാൽ മതി, കാണാം. അപ്പോൾ കാളിക്ക് ഉണ്ടായ അനുഭവങ്ങളൊക്കെ കുടുംബത്തിൽ നിന്നും വളർത്തമ്മയിൽ നിന്നായാലും ഇവിടെ ഒരു 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ആ നാട്ടിൽ വൈപ്പിങ്ങനെ ചെന്ന് അന്വേഷിച്ച സംഭവം അവിടെയുള്ള സീനിയറിന്റെ ഏജിലുള്ള എല്ലാവർക്കും അറിയാം എനിക്ക് നടന്നപ്പോൾ എന്താണോ. ഈ 15 വയസ്സുള്ള പെൺകുട്ടിയെ ഓടിച്ചിട്ട് പീഡിപ്പിച്ച് റോട്ടിൽ എറിഞ്ഞിട്ടിട്ട് കൂടി ഒരു കേസ് നടപടി ഉണ്ടായില്ലെങ്കിൽ, ഞാനൊക്കെ പോലീസ് സ്റ്റേഷനിലാണ്, ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ നിയമവ്യവസ്ഥിതി നമ്മുടെ ചുറ്റുപാട് എന്താണെന്ന് ചിന്തിച്ചാൽ മതി. അതേ പെൺകുട്ടിയെ തന്നെ 2ാം കെട്ടുകാരനായ 2 കുട്ടികളുടെ തന്തക്കാണ് കെട്ടുകൊടുത്തതാണ്. ആ വീട്ടിൽ അനുഭവിക്കേണ്ടി വന്നു. റിട്ടേൺ ആ നാട്ടിൽ തന്നെ വന്നു. അപ്പോഴും ഇതൊക്കെ തന്നെ ആരും തുറന്നു പറയും, ആർക്കും ധൈര്യം വരും. കാരണം ജീവിക്കാൻ അനുവദിക്കില്ലേ, ഏറ്റവും വലിയ തെളിവാണ് ഞാൻ തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ ഇപ്പോഴും എനിക്ക് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോഴും ഈ കഥ പറഞ്ഞു നടക്കുന്ന ആൾക്കാരുണ്ട്. എൻ്റെ റെക്കോർഡിങ് ഉണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഭർത്താവിൻ്റെ എൻ്റെ എന്താ പറയുക എൻ്റെ ലൈഫിലേക്ക് ഒരാൾ വന്നു, ആ ആൾ ഇത് തന്നെ പറഞ്ഞ് എന്നെ ദ്രോഹിച്ചെൻ്റെ വോയിസ് റെക്കോർഡിങ് ഉണ്ട്. അത് ഞാൻ പബ്ലിക്കിലിട്ട് ഡിലീറ്റ് ചെയ്ത് പറഞ്ഞു. പിന്നെ അതിൻ്റെ പുറകെ വേറെ ആൾക്കാർ പോകും. പലരുടെ അടുത്തൊന്നും ഇങ്ങനത്തെ ഒരു പീഡനങ്ങളോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഒക്കെ വന്നാൽ പല പെൺകുട്ടികളും പറയാൻ മടിക്കുന്നു. അതായത് കുടുംബത്തെ പേടിച്ച്, സമൂഹത്തെ പേടിച്ചു. അതന്നെയല്ലേ ഞാനും പറഞ്ഞേ. അപ്പോൾ ഒരു ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ഇതൊക്കെ തന്നെ പ്രശ്നങ്ങളും ചോദ്യം ചെയ്യലും വീണ്ടും വീണ്ടും തന്നെ ഒരു പരിധി, ഒരു ട്രോമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാറുണ്ട്, ഡിപ്രഷനും ട്രോമനെയൊക്കെ വിഴുങ്ങിയിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് മറ്റുള്ളവരെ നോക്കി ഒന്നും ഇപ്പം എന്നെ എന്ത് കളിയാക്കിയാലും രൂപത്തിൽ എൻ്റെ മേലും മൊത്തം പെട്രോൾ വീണ ആളാണ് ഞാൻ. ഒന്ന് ആലോചിച്ച് നോക്കാം. 18ാമത്തെ വയസ്സിൽ ഞാൻ ദേഹം മുഴുവൻ പെട്രോൾ വീണ ആളാണ്. കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നു. കൊല്ലാൻ വേണ്ടിയിട്ട് ആരാ ചെയ്തേ? എന്നെ കല്യാണം കഴിച്ചു വിട്ടില്ല പറ്റി. എൻ്റെ ഉടുതുണി പോലും ഇല്ലാണ്ട ഞാൻ അവിടെ പോകുന്നു. ആ വീട് ഇപ്പോഴും കണിയാമ്പുഴയിലുണ്ട്. ആ ഏരിയയിൽ തന്നെ ഒന്നും ഒരു എന്താ പറയുക ഒരു മാറ്റില്ലാണ്ട് കാടിൻ്റെ നടുക്ക് ആ ബാക്കി ചുറ്റുപാടെല്ലാം മാറിയിട്ടുണ്ട്. ആ വീട് ഇപ്പോഴും തന്നെ ഷാരിയമ്പലത്തിൻ്റെ ബാക്കിൽ. അവിടെയുള്ള ജനങ്ങൾക്കറിയാം ഞാൻ ആ വീട്ടിൽ ഓടിച്ചൊന്ന് വെള്ളം കുടിച്ച് ചെയ്ത് വിളിക്കാം. ആ വീട്ടുകാരെ ചിലപ്പോൾ കാണണ്ടാവും. ഇപ്പോഴും അറിയാം. എന്തിനാ എടോ കരഞ്ഞാ അത് കണ്ടു രസിക്കാൻ കുറെ പേരുണ്ട്. അവരുടെ മുമ്പിൽ ഞാൻ എന്ത് കരയണം? എന്നെ ഇങ്ങനെ ആക്കിയതിന് ഞാൻ അവരോട് താങ്ക്സ് പറയണം. ചിരിച്ചു, നീയൊക്കെ കുട്ടിയൊക്കെ ചാവുന്ന ആളല്ലേ. കാരണം എന്താ പറയുക, ഞാൻ എല്ലായിടത്തും പറയാറുണ്ട് 3-ാം മാസം കൊല്ലാനേൽപ്പിച്ച് തന്ത്ര കഴിഞ്ഞ് രക്ഷപ്പെട്ട ആളാണ് ഞാൻ. അങ്ങനെയുള്ളപ്പോൾ ഞാൻ കാലിനെ ഏറ്റവും പ്രിയപ്പെട്ടവളാണ്. എന്നെ അങ്ങനെ പെട്ടെന്നൊന്നും കൊണ്ടുപോയില്ല. കാരണം കുറേ നിയമങ്ങൾ വരാനുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ DGP സാറിനെയാണ് ഇൻ്റർവ്യൂ ചെയ്തത്. സാറിനോട് ഞാൻ ചോദിച്ചൊരു ചോദ്യമുള്ളൂ. കേരളം BJP ഭരിക്കാൻ തുടങ്ങിയ ഒരു 10 വയസ്സുള്ള പെൺകുട്ടികളുടെ, അതായത് ബാല്യം 15 വയസ്സ് അല്ലേ, കുഞ്ഞുങ്ങളുടെ ഏറ്റവും ചെറുപ്രായത്തിൽ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികളുടെ പ്രതിനിധിയായിട്ട് ഞാനൊരു നിയമം വേണമെന്ന് പറഞ്ഞു. ആ നിയമം ധൈര്യത്തോടെ പ്രധാനമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ എനിക്ക് ചെയ്യാൻ പറ്റുമോ? ഞാൻ ചോദിച്ച ചോദ്യം ചെയ്യാൻ പറ്റുമെന്നാണ് അദ്ദേഹം പറഞ്ഞ മറുപടി. അങ്ങനെയാണെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഇന്നത്തെ ഭരണത്തിലാണെങ്കിൽ ശരി, ഇനി വന്ന ഭരണത്തിലാണെങ്കിൽ ശരി, ഒരു പെൺകുട്ടിക്ക് മാനനാശം, അതായത് പീഡിപ്പിക്കപ്പെട്ട പച്ചക്ക് പറഞ്ഞാൽ ഒരാണാണെങ്കിലും ആരായിക്കോട്ടെ, ഒരു കുഞ്ഞിനെ ദ്രോഹിച്ചാൽ ആ കുഞ്ഞിന് എന്താ വേണ്ടതെന്ന് ഡയറക്റ്റ് വന്ന് ചോദിക്കാനുള്ള നിയമം വേണം. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആ പെൺകുട്ടിയുടെ ദേഹത്ത് തൊട്ടിട്ട് എൻക്വയറി നടത്തണ ഒരു നിയമവും പാടില്ല. ഞാൻ അനുഭവിച്ചതാണ്. എന്നെ ചോദ്യം ചെയ്യാൻ വന്ന പോലീസ് ഓഫീസർ എൻ്റെ പാരൻസ് ഇല്ലാത്ത സമയത്താണ് എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ളത്. എൻ്റെ 15 വയസ്സുള്ളപ്പോഴത്തേക്കും ഇങ്ങനെയാണോ തൊട്ട് ചോദിച്ച പോലീസ് ഓഫീസർ ആ ആളെ സിനിമയിലൊക്കെ കാണുന്ന പോലെ ആണ്. തീർച്ചയായിട്ടും. പക്ഷെ സിനിമയിൽ ഒരു റിവെഞ്ച് ഉണ്ടാവും. എൻ്റെ റിവെഞ്ച് കഴിഞ്ഞതാണ്. ആ വ്യക്തികള് അതൊക്കെ റിവെഞ്ചായിട്ട് തന്നെ അതൊക്കെ സിനിമയിലുണ്ടാവും. ആ ആൾക്കാർ എന്നെ കണ്ട് ഭയക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ റിവെഞ്ച് പൂർത്തിയാക്കിയതാണ്. എന്നെ കാണുമ്പോൾ മെയിനായിട്ടുള്ള ആള് ഭയക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാറില്ല എൻ്റെ പേര് കാളിന്നാ, എന്നെ തീണ്ടിയ അതനുഭവിച്ചിട്ട് പോവാ. വേറൊന്നും ഞാൻ പറയുന്നില്ല. ഞാനിപ്പോൾ ഇവിടം വരെ എത്തി നിൽക്കണില്ലേ, അത് റിവെഞ്ചല്ലേ. കേരളം മുഴുവൻ എൻ്റെ ഞാൻ പറഞ്ഞത് കേൾക്കണം എന്ന് പറഞ്ഞത് എൻ്റെ റിവെഞ്ചല്ലേ. ഞാൻ കേൾപ്പിച്ചില്ലേ? നിങ്ങളിപ്പോൾ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കാം. വിദ്യാഭ്യാസമില്ല, 10ാം ക്ലാസ് എഴുതിയിട്ടില്ല, ഞാൻ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട സ്ത്രീയാണ്. വൈപ്പിങ്ങര എന്ന് പറഞ്ഞ ആ നാട് മുഴുവൻ ഭ്രഷ്ട് കൽപ്പിച്ചാണ്. എന്താ പറയുക, കൊറോണ സമയത്ത് പോലും എനിക്ക് പലതും ചെയ്തിട്ടുണ്ട്.
ഇങ്ങനെയുള്ള സമൂഹത്തിൽ നിന്ന് സ്വന്തം വീട് കൊല്ലാണ്ട് ഞാനിവിടെ ഒന്ന് ഇങ്ങനെ നിൽക്കുമെന്നുണ്ടെങ്കിൽ 2 മക്കളെ വിളിച്ച് നിൽക്കുമെന്നുണ്ടെങ്കിൽ അത് റിവഞ്ചനോ അല്ലേ? അത്രേ ഉള്ളൂ. ഞാൻ ഈ ഹേമ കമ്മിറ്റിയിലും മീഷോയിലും സോറി മീറ്റൂലും ഒന്നും ഞാൻ പോയിട്ടില്ല. കാരണം എൻ്റെ റിവഞ്ച് എൻ്റെ ദേഹത്തെ എന്നെ ഇഷ്ടമില്ലാത്തവരും തൊട്ടാണ് ഞാൻ അവിടെ തല്ലും. എനിക്കിഷ്ടപ്പെട്ടവൻ ഞാൻ ഹഗ് ചെയ്യും, ചിലപ്പോൾ കവളത്ത് മുത്തം കൊടുക്കും. അതിന് വേറെ അർത്ഥം കാണുന്ന ആൾക്കാരോട് ഇതിലപ്പുറം കഴിയുന്നവനാണ് ഞാൻ. എൻ്റെ ഡ്രസ്സിൻ്റെ ഒരു ഭാഗം കണ്ടെന്നും പറഞ്ഞിട്ട് ഇവളെന്താണ് ഇങ്ങനെ വന്നെ അങ്ങനെ വന്നെ, എനിക്കത് പ്രശ്നമല്ല. 10ാമത്തെ 15ാമത്തെ വയസ്സിലാണ് ഞാൻ വൈപ്പിങ്കരയിൽ കീർ പറഞ്ഞു കൊടുക്കുള്ളൂ ശ്മശാനം ചാടിക്കിടക്കാൻ. അവിടെ നിന്ന് കൈകാലം കിട്ടിയിട്ട് പോകുമ്പോഴും ഈ പറഞ്ഞ നാട്ടുകാരെ കൂടിപ്പോയി 7 മണി 8 മണി ആ സമയത്തൊക്കെ നാട്ടുകാർ ഉറങ്ങാനാ. ആ സമയത്ത് ഈ പറഞ്ഞ ആൾക്കാരുണ്ടായിട്ടില്ല. തിരിച്ച് ഞാൻ വീട്ടിൽ വരുമ്പോഴും ഈ 15 പേര് പീഡിപ്പിച്ചു എന്നുള്ളൊരു ലേബിൾ അടിച്ചേൽപ്പിച്ചിട്ട് അതൊക്കെ കൊടുമേടാ. അങ്ങനെയുള്ള നാട്ടിനെ ഞാൻ ഒരിക്കലും പൊഴുതി പറയില്ല. കുറെ പേര് പറഞ്ഞു വൈപ്പിങ്കര എന്തിനാണ് ചവിട്ടി തന്നത്. വൈപ്പിങ്കര ഏകദേശം ഈ 15 പേരോളം കാളിയെ മിസ്യൂസ് ചെയ്തെന്നാണ് പറയുന്നത്. ഇല്ല, അവര് മിസ്യൂസ് ചെയ്തിട്ട് അതിനുമതി ഞാൻ രക്ഷപ്പെട്ടു. പക്ഷെ നമ്മുടെ നാട്ടില് മിസ്യൂസ് ചെയ്തൊന്ന് കേൾക്കുന്നതാണ് ഇഷ്ടം. നിങ്ങൾ തന്നെ അറിയാം, ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്ത് നോക്കുന്നതാണ് പീഡന കഥ. ഇതിന്റെ ഏറ്റവും വലിയ കഥ എന്താണെന്ന് പറയുമോ? ഇത് കേട്ട് രസിക്കുന്ന ഒരു മേഖല തന്നെയുണ്ട്, ഇവിടെ ഒരു മാഫിയ തന്നെയുണ്ട്. എന്നെ എൻക്വയറി എൻ്റെ അടുത്ത് ചോദ്യം ചെയ്യാൻ വേണ്ടി വന്ന പലരും ഇതൊക്കെ കേട്ട് രസിക്കുന്നത് കണ്ടപ്പോൾ ആവാനാണ്. അപ്പൊ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് തന്നെ കാളിക്ക് ദുരനുഭവം. ഉന്നത ഉദ്യോഗസ്ഥരൊന്നുമല്ല, അയാൾ ഏത് ഉദ്യോഗസ്ഥരാന്ന് പറയില്ല. ചിലപ്പോൾ ആ വീട്ടിലെ തന്നെ ഇരിക്കും, അവരുടെ ബന്ധുവായിരിക്കാം, അവർക്ക് ഒരുപാട് പിടിപാടുണ്ട്. അന്ന് ഇപ്പം ഞാൻ എനിക്കറിയില്ല, അന്ന് 15 വയസ്സുള്ള അയാൾ പോലീസാണെന്ന് എനിക്കറിയാൻ പാടില്ല. വീട്ടിലാരില്ലാത്ത സമയത്ത് കയറി വരുന്നത്, ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ. ആ സമയത്ത് ഇപ്പോഴും പോലീസിനെ കാണുമ്പോൾ ഒരു വിറയല്, പരിചയമുള്ളവർ വന്നാൽ പോലും ഇപ്പോൾ കുറേയൊക്കെ മാറി, സ്ഥിരം കണ്ട മാറി. പക്ഷെ എന്നാലും ശരി, നമ്മുടെ മുമ്പിലേക്ക് ഒരു പോലീസ് സ്റ്റേഷൻ വരുമ്പോഴത്തേക്കും ആ ഒരു വിറയിൽ നമ്മുടെ ദേഹത്ത് വരും. അത് അവരെ കണ്ടു ഭയന്നിട്ടല്ല. അപ്പം 15 വയസ്സിൻ്റെ ഡ്രോമ അത് മാറില്ല, അത് ലൈഫ് ലോങ് ഉണ്ടാവും. ഇങ്ങനെയുള്ള പെൺകുട്ടികൾക്ക് വേണ്ട നിയമങ്ങൾ കൊണ്ടുവരുന്നവരെ പെൺകുട്ടികൾക്ക് ഈ ഒരു ഡ്രോമ മാറില്ല. ഒരു ഡോക്ടർക്കും കൗൺസിലിങ്ങിലൂടെ മാറ്റാൻ പറ്റിയൊരു രോഗമല്ലത്. ഈ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി വരെ ആത്മഹത്യ ചെയ്യുന്ന കാലമാണിത്. അപ്പൊ അന്നത്തെ കാലത്ത് കാളിയുടെ ഉയർത്തെഴുന്നേൽപ്പ് എങ്ങനെയായിരുന്നു? അതായത് ഞാൻ പോയിരുന്നത് ശ്മശാനത്തിലാണ്. അതിനെ കുറെ പേര് ഭ്രാന്തി വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ കണ്ടിടത്തോളം ഏറ്റവും സേഫ്റ്റി ആയിട്ടുള്ള സ്ഥലം ശ്മശാനമാണ്, കുഴിമാട ശ്മശാനം. എന്താ പറയുക, അവിടെയും നമുക്ക് ഇതൊന്നുമല്ല ഏറ്റവും വലുത്. നമ്മൾ യൂസ് ചെയ്തിട്ട് എന്താ പറയുക, ഇത്രയും പ്രശ്നങ്ങളുടെ നടുക്കിക്കുമ്പോൾ നമ്മൾ ഒളിച്ചോറിനൊരു ഓട്ടമുണ്ട്. ആ ഓട്ടത്തിൻ്റെ ഇടയിൽ ചില ആൾക്കാർ വരും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ. നമ്മൾ അറിയാണ്ട് ഇഷ്ടം തോന്നുന്നൊരു ക്യാരക്ടർ അവിടെ. പക്ഷെ ആ കഥാപാത്രം ഈ പറഞ്ഞ ആൾക്കാരുടെ കൂടുതൽ തന്നെ എന്ന് പറയുമ്പോൾ തോന്നുന്നൊരു വെറുപ്പുണ്ട്. ലൈഫ് ലോങ് എന്താ പറയുക, ഈ സ്നേഹം നടിച്ചു വന്ന ആൾക്കാർ, ബഹുമാനില്ലാത്ത ആൾക്കാരെ ഞാൻ മുമ്പ് നിർത്തില്ല. എന്നോട് മര്യാദ കാണിക്കാത്ത ഒരാളെ ഞാൻ നിർത്തി. സ്നേഹം നടിച്ചാൽ ഞാൻ പറയും സ്നേഹം വേണ്ട, മാറ്റി നിർത്തിയേക്കാൻ പറയും. കാരണം സ്നേഹത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല.